സിഹിയില്ലാതെ ഒന്നിനൊരു ഉഷാറില്ലാത്തതുപോലെ അല്ലേ ശാന്ത? അതെ ഏട്ടാ, സിഹി ഇല്ലെങ്കിൽ ഒരാഘോഷവും ആഘോഷമായിട്ട് തോന്നില്ല. പാവം അവൾ അവിടെ ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. നമുക്ക് തന്നെ ഇവിടെ എത്ര വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സീതയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും. ഒന്ന് വിളിച്ചു തരൂ ഏട്ടാ, സീതയോടൊന്ന് സംസാരിക്കാനാ. ഹലോ അമ്മേ, സുഖമാണോ? സുഖാണ് മോളെ. എന്താ മോളുടെ വിശേഷം? വീട്ടിലെല്ലാരും സന്തോഷായിട്ടിരിക്കുന്നോ? അതെ അമ്മേ, സന്തോഷായിട്ടിരിക്കുന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നൂടെ? സിഹി ഇല്ലാത്തോണ്ട് ഒന്നിനും ഒരു ഉഷാറില്ല. നിങ്ങൾക്കെങ്കിലും ഒന്ന് വന്നൂടെ? അമ്മേ, പിന്നീട് ഒരിക്കൽ വരാം. ഇന്ന് കുറച്ച് ജോലിയുണ്ട്. ആണോ? ശരി, എന്നാ ഒഴിവുപോലെ ഒരു ദിവസം ഇങ്ങോട്ട് വാ. ശരി അമ്മേ. അല്ല, അച്ഛൻ എങ്ങനെയുണ്ട്? ഓ, സുഖായിട്ടിരിക്കുന്നു. ഓക്കെ അമ്മേ, ബൈ. ഓ ശരി. മീമ, എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാനൊന്ന് പുറത്തു പോയി വരട്ടെ. പോയിട്ട് വാ സീതേ. അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നീ റാമിന്റെ കൂടെയാണോ പോകുന്നേ? അല്ല, റാം വേറെ എന്ന് ജോലിക്കാ പോകുന്നത്. എനിക്ക് വേറൊരു ചെറിയ ജോലിയുണ്ട്. ബൈ ബൈ. അല്ല, ഈ സീതയ്ക്ക് ഇതെന്ത് പറ്റി? ഓ, അച്ഛൻ ഈ കൊച്ചുമോന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഇവൾ ഇത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ആയത്. രാമാണെങ്കിൽ കാറ് കൊടുത്ത് ഒരൊറ്റ പോക്കാ. ഇവളിപ്പോ തിരക്കിട്ടിട്ട് എങ്ങോട്ടോ പോകുന്നു. എന്തൊക്കെയായി സംഭവിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഭാർഗവന് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? റാം, നിങ്ങള് വേറെ എങ്ങോ പോവാണെന്നാ ഞാൻ കരുതി. ആക്ച്വലി സിഹിയെ കാണാൻ വേണ്ടി തന്നെയാ വന്നത്. ഇനിയിപ്പോ വിസിറ്റിംഗ് അവേഴ്സ് കഴിഞ്ഞു ഓർത്ത് പേടിച്ച് പെട്ടെന്ന് പോന്നെയാ. എന്നെ കൂട്ടാതെയോ? സിക്ക് നിങ്ങൾ വന്ന കാര്യം അറിയോ? ആക്ച്വലി അവർക്ക് അറിയില്ല. ഉറപ്പായിട്ടും അവർക്ക് സർപ്രൈസ് ആവും. വന്നത് ആരായിരിക്കും? വാർഡൻ മാമിനോട് ചോദിച്ച അവരൊന്നും പറയുന്നില്ല. ഡോക്ടർ അങ്കിളായിരിക്കോ? അതിനവര് രാവിലെ ഇഞ്ചക്ഷൻ തന്നതാണല്ലോ. അയ്യോ, അച്ഛനും അമ്മയോ? സീതമ്മ, അച്ഛാ. സുഖമല്ല ചക്കരെ? ഫുഡ് കഴിച്ചോ നീ? മെലിഞ്ഞു പോയല്ലോ നീ അങ്ങ്. നിന്റെ മുഖമൊക്കെ അങ്ങ് കുഞ്ഞായി പോയി. സീതമ്മ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷാണോ? ഞാൻ രാത്രി നിങ്ങളെ കണ്ടിരുന്നു. അച്ഛന്റെ വണ്ടിയുടെ ഹോണിന്റെ ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ എന്റെ റൂംമേറ്റ്സിനോട് എല്ലാരോടും പറഞ്ഞു അതിന്റെ അച്ഛന്റെ വണ്ടിയാണെന്ന്. ഞാൻ നിന്നെ കാണാൻ ഓടി വന്നതാ. പക്ഷെ എന്ത് ചെയ്യാനാ, അവരെന്നെ അകത്ത് കയറ്റില്ലാന്നേ. പക്ഷേ നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? നിനക്ക് ഞങ്ങളെ കണ്ടപ്പോ സന്തോഷായോ? ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാ. സീത, ഇന്ന് നമുക്ക് സിഹിയെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. വീട്ടിലേക്കോ? പക്ഷെ ഇന്ന് അവൾക്ക് ലീവില്ലല്ലോ റാം. സീത, മുത്തശ്ശന് വയ്യാത്തതല്ലേ? ഈ സമയത്ത് ഫാമിലി മുഴുവൻ വീട്ടിലുള്ളപ്പോ സിഹി എന്തായാലും വീട്ടിലുണ്ടാവണ്ടേ? മുത്തശ്ശൻ എന്തു പറ്റി? മുത്തശ്ശൻ ഒട്ടും വയ്യ മോളെ. പക്ഷെ നീ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവും, രോഗമൊക്കെ വേഗം ഭേദമാവും. പക്ഷെ വാർഡൻ മാം എന്നെ വിടില്ലല്ലോ. അതൊക്കെ ഞാൻ വാർഡിനോട് സംസാരിച്ചു കഴിഞ്ഞു. നീ വേഗം പോയി ബാഗ് പാക്ക് ചെയ്ത് റെഡിയായിട്ട് വേഗം വാ. റാം, നിങ്ങൾ സിഹിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് എന്നോട് എന്തുകൊണ്ടാ പറയാഞ്ഞേ? പെട്ടെന്ന് എന്തിനാ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്? ഈ കാര്യം നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് മാത്രം ഞാൻ കരുതിയുള്ളൂ. സീത, മുത്തശ്ശൻ ഈയിടെയായിട്ട് ഒരു കുഞ്ഞിനെ വേണമെന്നൊക്കെ പറയുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഹെൽത്ത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ബട്ട് എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്കിനി വേറൊരു കുഞ്ഞിനെ വേണ്ട സീത. അഥവാ ഭാവിയിൽ നിനക്ക് വേണമെന്ന് പറഞ്ഞാലും സിഹി ഈസ് മൈ ഓൺലി ചൈൽഡ്. അമ്മമാർക്ക് കുഞ്ഞിനെ വയറ്റി ചുമക്കാൻ കഴിയും. സാധാരണ പറയാറില്ലേ വിമൻ ആർ ബ്ലസ്ഡ് എന്ന്. പക്ഷെ അച്ഛന്മാർക്ക് ആ ഭാഗ്യമില്ല. യാതൊരു ബയോളജിക്കൽ ബോണ്ടിങ്ങും ഇല്ലാതെ
ഞങ്ങൾ അവരെ ഹൃദയത്തിൽ ഇങ്ങനെ ചുമക്കും, മനസ്സ് നിറയെ സ്നേഹം കൊടുക്കും. ഇപ്പോ ലേബർ വാർഡിന്റെ പുറത്ത് ഞങ്ങൾ ഇങ്ങനെ അക്ഷമരായി വെയിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നേഴ്സ് വന്ന് ഇതാണ് നിങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൈത്തന്ന ഒരല്പം പോലും ഡൗട്ടില്ല, ഞങ്ങളത് വിശ്വസിക്കും. മാതൃത്വം എന്ന് പറഞ്ഞ വാത്സല്യമാണെങ്കിൽ അച്ഛൻ എന്ന് പറഞ്ഞ വിശ്വാസമാണ് സീത. സിഹി എന്റെ മകളാണെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. എനിക്ക് അവളല്ലാതെ മറ്റൊരു കുഞ്ഞ് വേണ്ട സീത. കാരണം സിഹി മാത്രമാണ് എന്റെ മകളെന്ന് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതാ. മരുന്ന് കഴിക്കണ്ടേ അച്ഛ? ഇതെന്താ അച്ഛ വെറുതെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ മരുന്ന് കഴിക്കാൻ വാശി പിടിക്കുന്നത്? അച്ഛൻ ഈ മെഡിസിൻ കഴിച്ചേ പറ്റൂ. കഴിച്ച വേഗം. എനിക്ക് വേണ്ട. സീതയും രാമനും ഒന്ന് വീട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് മതി. അവരെങ്ങോട്ടാ പോയത്? ഒരു വാക്ക് പറഞ്ഞിട്ട് വേണമെന്ന് അറിയില്ലേ അവർക്ക്? അവരെപ്പോഴാ വരുന്നതെന്ന് ഇപ്പോഴേ വിളിച്ച് ചോദിക്കുക. നോക്കച്ച, അച്ഛൻ എത്ര വാശിയുണ്ടോ അത്രയ്ക്കും വാശി എനിക്കുണ്ട്. അച്ഛൻ ആദ്യം ഈ മെഡിസിൻ ഒന്ന് കഴിക്കുക, എന്നിട്ട് ഞാൻ ഫോൺ ചെയ്യാം. നിനക്കിതെന്താ? എന്താ നിന്റെ പ്രശ്നം? നിനക്കത് മനസ്സിലാവില്ല. എനിക്ക് എന്ത് മനസ്സിലാവില്ലെന്നച്ചാ? ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് കുടുംബകാര്യത്തിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഒരു ദാമ്പത്യത്തിന്റെ ഒരു സൂചനയും കാണുന്നില്ല. എങ്ങനെയായ എങ്ങനെയാ? ഹണിമൂണിന് പോടാന്ന് പറഞ്ഞു മടുത്തെനിക്ക്. എനിക്ക് വേറൊന്നും അറിയണ്ട. നാളെ തന്നെ അവർ പോയേ പറ്റൂ, അത്രേ ഉള്ളൂ. രാമനോട് ഞാൻ സംസാരിച്ചിരുന്നു. എന്റെ ആശയം അവൻ നിരാശയാക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. അല്ലച്ചാ, അപ്പ എന്തു പറഞ്ഞു? അവനെന്ത് പറയാനാ? സമ്മതിക്കാതിരിക്കാൻ കഴിയോ? ഒരു കുഞ്ഞിന്റെ അച്ഛനാകണമെന്ന് അവനുണ്ടാവില്ലേ? അവൻ മൂളി. നീ കണ്ടോ, ഇനി ഒരൊറ്റ വർഷം അവന്റെ കുഞ്ഞിന്റെ കയ്യിലേക്ക് വരും. എനിക്ക് സന്തോഷത്തോടെ കുഞ്ഞിനെ എടുത്ത് ഇതിലൂടെയൊക്കെ നടക്കണ്ടേ? ആ മെഡിസിൻ കഴിച്ചേ പറ്റൂ. താ താ താ. രാം ശരിക്കും കുഞ്ഞിന്റെ കാര്യത്തിൽ സമ്മതിച്ചോ? അതോ ഇനി അച്ഛന്റെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണോ എന്തോ? വിജയ്, എങ്ങനെ പോകുന്നു മഹാരാജ ട്രോഫി? ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ ഇപ്പൊ യങ്സ്റ്റേഴ്സ് അല്ലേ കളിക്കുന്നത്. പിന്നെ അവിടെ കമന്ററി ചെയ്യുന്നതൊക്കെ എന്റെ ഫ്രണ്ട്സാ. നെക്സ്റ്റ് വീക്ക് ഫൈനൽ വരുന്നുണ്ടല്ലോ, അപ്പം ഞാൻ ഇറങ്ങിക്കോളാം. ഓക്കെ, എന്നാ നമുക്ക് എടാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാവേ. ഒരു മിനിറ്റ്, ബൈ. ഓ, അരെ വാ. അല്ല ഭാർഗു, സിഹി മോളെ പുറത്തെത്തിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഉടനെ സീതയുടെ ഇതിഹാസം ചകഞ്ഞ് അവളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കും. അങ്ങനെ സീതയും കൂടി ഇല്ലാതാകുമ്പോ രാം ചരട് പൊട്ടിയ പട്ടം പോലെ കറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാം. അവനും വനവാസമാണെന്നാണല്ലോ പറഞ്ഞു കേട്ടിരിക്കുന്നേ. എന്നിട്ടിപ്പോ ഇവിടെ രാമനും സീതയും കുടുംബസമേതം വീടിന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നു. ഇതോടെ നവരാത്രിക്ക് മുമ്പേ ദീപാവലി ആഘോഷിച്ചിരിക്കും. പക്ഷേ പടക്കം ആര് പൊട്ടിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് തകർക്കും. എന്തോ സീത? മുത്തശ്ശൻ എന്തെന്നറിയോ മോളെ, നീ ബോർഡിംഗ് സ്കൂളിൽ പോയപ്പോ മുതല് മുത്തശ്ശനാണെങ്കിൽ എന്റെ കൊച്ചുമോളെവിടെ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കായിരുന്നു. ഇപ്പൊ നീ വന്നല്ലോ, അപ്പൊ സൂര്യന്റെ മുഖം ഇങ്ങനെ സൂര്യനെ പോലെ ബ്രൈറ്റ് ആയിരിക്കും. ആണോ മുത്തശ്ശ? റാം, ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിലൊരു ഡൗട്ടും ഇല്ല സീത. അല്ലാതെ പിന്നെന്താ, നമ്മുടെ മകള് വീട്ടിലേക്ക് വന്നാലേ സന്തോഷിക്കുന്നതിന് പകരം ഡള്ളായിട്ടിരിക്കുന്ന മുഖം. നീ എന്നെ മാത്രമല്ല നിന്നെ തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുക. അല്ല റാം, മുത്തശ്ശന്റെ ആഗ്രഹം. ക്യാൻ യു പ്ലീസ് റിലാക്സ് സീത? പറഞ്ഞതൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യണോ? നീയായിട്ട് തീരുമാനമെടുത്ത് ഇനി മറ്റൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാലും എന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, സിഹി മാത്രമാണ് എന്റെ മകള്. നിങ്ങൾ ഇങ്ങനെ
ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രമാ എനിക്ക് ഗിൽറ്റി ഫീൽ ഉണ്ടാവുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ ഞാൻ നശിപ്പിച്ചെന്നാ തോന്നുന്നത്. എനിക്ക് അങ്ങനത്തെ യാതൊരു ആഗ്രഹവും ഇല്ല സീത. ആൻഡ് മോർ ഓവർ നമുക്കിപ്പോ ഓൾറെഡി രണ്ടാമത്തെ ഒരു കുഞ്ഞും കൂടിയുണ്ട്. ആരാന്ന് പറ? നമ്മുടെ ഈ സ്നേഹം. നിങ്ങളുടെ ഈ മനസ്സിന് മുന്നില് ഞാൻ വളരെ ചെറുതാണെന്ന് തോന്നുന്നുണ്ട് റാം. എനിക്കെന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. ഇതൊക്കെയാ വേണ്ടെന്ന് പറയുന്നേ. നമുക്കിടയിൽ ഈ ചെറിയവര് വലിയവര് എന്നുള്ള ഫോർമാലിറ്റി ഒക്കെ വേണോ സീത? വി ആർ ഈക്വൽ സീത. ഇപ്പോ നിനക്കിപ്പോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുവോ? അതെന്താ? നീ എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ടിരിക്കണം. എനിക്കത് മാത്രം മതി. എന്ന് കരുതി നീ എനിക്ക് വേണ്ടി ചിരിക്കുന്ന പോലെ അഭിനയിക്കൊന്നും ചെയ്യണ്ട. മനസ്സറിഞ്ഞ് സന്തോഷിക്കണം. മുത്തശ്ശന് ഭേദമാകും, അദ്ദേഹം ഓക്കെ ആവും. അപ്പൊ മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന്റെ കാര്യം പറയുന്നൊക്കെ നിർത്തിക്കോളും. ഹലോ ചക്കരേ, നിനക്ക് ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടാവും. ആദ്യം തന്നെ നിന്നെ ഒന്ന് ഒഴിഞ്ഞിടട്ടെ. അയ്യോ, എനിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര വിശപ്പ് തോന്നുന്നുണ്ട്. ശരി ശരി ശരി, ഞാൻ നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ട് വരാം കേട്ടോ. ഓക്കേ. ഹായ് എനിക്ക്. സന്തോഷം തോന്നുന്നുണ്ട്. ശരി, എന്നാ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഞാൻ എല്ലാരോടും പോയി ഹായ് പറഞ്ഞിട്ട് വരാമേ. സിഹി, ആദ്യം പോയി ഫ്രഷ് അപ്പ് ആയിട്ട് വാ. സീതമ്മ, ഞാനും ഇത് പറയാൻ വേണ്ടി വരുമായിരുന്നു. ഞാൻ കൈയും കാലും കഴുകിയിട്ട് വരാം. നീ എന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. വാ. ഓടല്ലേ സിഹി മോളെ, പതുക്കെ. കണ്ടോറാം, അവൾക്ക് പതുക്കെ നടക്കാനേ അറിയില്ല. സിഹിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. റാം, അച്ഛൻ നിന്നെ കുറെ നേരമായി അന്വേഷിക്കുന്നു. ചേച്ചി പറഞ്ഞിട്ടാ. അതെല്ലേ? അപ്പോ നീ എത്തിയോ? എവിടെ പോയതായിരുന്നു നീ? ഇങ്ങനെ ചോദിക്കാതെയും പറയാതെ പോകുന്നത് ശരിയാണോടാ? മുത്തച്ഛൻ ചെറിയ കുട്ടികളുടെ പോലെ വാശി പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോ വരാതെ മരുന്ന് കഴിക്കില്ലെന്നും പറഞ്ഞു. മേമ, ഞാനിവിടെ വന്നില്ലേ? സീതയും വന്നിട്ടുണ്ട്. ആൻഡ് ഗസ് വാട്ട്, ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റും വന്നിട്ടുണ്ട്. ഗസ്റ്റോ? ആരാടാ? വേറെ ആരുമല്ല മേമ, സിഹി വന്നിട്ടുണ്ട്. ആ, സിഹിമോള് വന്നിട്ടുണ്ടോ? വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷേ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് അങ്ങനെ വിടാറില്ലല്ലോ. പെട്ടെന്ന് എന്ത് പറ്റിയപ്പോ? ഈസ് ഷീ ഓൾറൈറ്റ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോ? ഷീസ് അബ്സല്യൂട്ട്ലി ഫൈൻ മേമ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ സമാധാനമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഒന്ന് മുത്തശ്ശനെ സമാധാനപ്പെടുത്ത പ്ലീസ്. അവൾ ഇനി എങ്ങോട്ടും പോവില്ല മേമ. ഷീസ് ഗോണ ബി വിത്ത് us. പാവം, അവൾക്കൊന്നും അറിയില്ല. സീതയുടെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. മേമയുടെ ഇത് ആദ്യമായിട്ട് പറയുന്നത്. ഇനി മുതൽ സിഹി ഇവിടെ തന്നെ ഉണ്ടാവും. സീതമ്മ, ഞാൻ ക്ലാസ് വിട്ട് വരുന്നിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വരും. അവിടെ ആരും എന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറില്ല. ഉറങ്ങാൻ പോകുമ്പോഴും അങ്ങനെയാ. ആരും എനിക്ക് കഥയൊന്നും പറഞ്ഞു തരാറില്ല. അപ്പൊ എനിക്ക് എത്ര വിഷമമുണ്ടെന്ന് അറിയോ? എന്റെ കല്യാണത്തിന്റെ സമയത്ത് എന്നെ വിട്ട് നീ ദൂരെ പോവോ സീതമ്മന്ന് നീ ചോദിച്ചില്ലേ? ഞാൻ അന്നില്ലാന്ന് പറഞ്ഞിരുന്നു. സോറി മോളെ, ഞാൻ തന്ന വാക്ക് എനിക്ക് പാലിക്കാനേ കഴിഞ്ഞില്ല. തെറ്റുപറ്റിപ്പോയി മോളെ. സീതമ്മ, ഇതിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവമുണ്ട്, നീ എത്ര ബുദ്ധിമുട്ട് കാണുമോ എന്തോ. സീത, ഇനി മുതൽ സിഹിയെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടുന്നില്ല. അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതോർത്ത് ടെൻഷൻ ആവേ വേണ്ട. അച്ഛനെന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ അമ്മയെന്ന് പറഞ്ഞ എന്താണെന്ന് പറയാൻ എനിക്കറിയാഞ്ഞിട്ടാ. സിഹിയ എനിക്കെന്റെ മകള്, സിഹിയ എനിക്കെല്ലാം. ഇവിടെ എന്റെ ലോകം. മിനിറ്റിന് സീതമ്മ സീതമ്മ എന്ന് വിളിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. എനിക്കെന്ത് വിഷമാന്നറിയോ നിനക്ക്? എന്റെ സീതമ്മ എന്നെ ഒരുപാട് മിസ് ചെയ്തോ? ചോദ്യം കേട്ടോ. ഞാനും നിന്റെ അച്ഛനും നിന്നെ എന്തോരം മിസ് ചെയ്തെന്ന് നിനക്കറിയാവോ?
ഇതെന്താ ഈ ബാൻഡേഡ് എടുത്തു കളഞ്ഞൂടെ? സീതമ്മ, ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമില് ഡോക്ടർ ഞങ്ങളോട് ബായ് പറയാൻ കഴിഞ്ഞില്ല. ഇതെങ്കിലും ഇവിടെ നിന്നോട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ? നിന്നോട്ടെ. സീതമ്മ, ഡോക്ടർ അങ്കിൾ എന്ത് പാവാണെന്ന് അറിയോ? അവര് മാത്രമേ എന്റെ ഫ്രണ്ട് ആയുള്ളൂ. ആണോ? ഡോക്ടർ അങ്കിൾ എന്നെ ഒട്ടും വേന എടുപ്പിക്കാതെ ഇഞ്ചക്ഷൻ എടുത്തു തരും. നിനക്ക് ഡോക്ടർ അങ്കിളിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നിന്നെ അപ്പൊ അത്ര നന്നായിട്ട് നോക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് നേരിട്ട് പോയി കണ്ട് താങ്ക്സ് പറഞ്ഞാലോ? ഓക്കേ സീതമ്മ. സീതമ്മ, ഞാൻ എല്ലാരോടും ഹായ് പറഞ്ഞിട്ട് വരാമേ. ശരി. ജിജു, ജിജു, നീ ഇതുവരെ ശാസ്ത്രീയ സംഗീതം കേൾക്കുന്നത് നിർത്തിയിട്ടില്ലല്ലേ? എന്റെ ചേച്ചി നിങ്ങളെ ഒട്ടും ചേഞ്ച് ആക്കിയിട്ടില്ല. ഓ, ഞാൻ ചേഞ്ച് ആവണമായിരുന്നു. ബട്ട് വൈ? നോക്ക്, ദുശീലമാണെങ്കിൽ ഒഴിവാക്കണം, സമ്മതിച്ചു. പക്ഷേ പാട്ട് കേൾക്കുന്ന ഒരു നല്ല ശീലമല്ലേ? നീ കേട്ട് നോക്ക്, യു വിൽ ഓൾസോ ലൈക്ക് ഇറ്റ്. നോക്ക്, നിനക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ടേക്ക് എ പോസ് ഓൺ ഈച്ച് സിപ്പ് ഓഫ് കോഫി. അതും നിനക്കൊരു തരം. ജിജു പ്ലീസ്, എനിക്ക് നിന്റെ ഈ ഫിലോസഫി, മ്യൂസിക് രണ്ടിലും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കൊരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണമായിരുന്നു. സോ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എഴുതി തരില്ലേ? വണ്ടർഫുൾ. ഹേ, എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനാണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണോ? എനിവേസ്, വെരി നൈസ്. പറ, നിനക്ക് എന്ത് വേണമെങ്കിലും എഴുതി തരാം. ആ പറഞ്ഞോ, എന്താ എഴുതണ്ടേ? ഡോക്ടർ അനന്തലക്ഷ്മിക്ക്. ജിജു, വാട്ട് ഹാപ്പൻഡ്? ഡോക്ടർ അനന്തലക്ഷ്മിക്കോ? യെസ്. നോ ചന്ദ്രി, നീ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഇത് നടക്കില്ല. ബട്ട് വൈ? നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ദാറ്റ്സ് ഇറ്റ്. അല്ല ജിജു, പ്ലീസ്. അല്ല ഭാർഗു, ഈ ടിപ്പിക്കൽ ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ കുറേ നേരം മൗനം പാലിച്ചിരിക്കില്ല. അതുപോലെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുക? ഇനിയിപ്പോ നിന്റെ പരിപാടി എന്തെന്ന് പറ. നിന്റെ പ്ലാനൊക്കെ മലക്ക മൊത്തത്തിൽ മറിഞ്ഞു. വനവാസത്തിന് പോകുന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ രാമനും സീതയും കൂടി മകളെയും കൂട്ടിക്കൊണ്ട് അയോധ്യയിൽ സെറ്റിലായി. ഒന്ന് പോയേ ഭാർഗു. നിന്നെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എനിക്ക്. ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും ആയില്ല നീ. പിന്നെ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 4 ദിവസമായിട്ട് നീ ഇവിടെ ഇല്ലാതിരുന്നിട്ട് നിന്നെ ആരും അന്വേഷിച്ചില്ല. അറിയോ നിനക്ക്? അച്ഛൻ പോലും അത് കാര്യമാക്കി എടുത്തില്ല. ഭാർഗവി എന്ന് വിളിച്ചെടുത്തെല്ലാം സീത സീത എന്ന് വിളിച്ച് അവർ കളിച്ചു നടക്കുമായിരുന്നു. വരമഹാലക്ഷ്മി പൂജയ്ക്കും വീട്ടിലെ മഹാലക്ഷ്മി ഭാർഗവി ഇല്ലല്ലോ എന്ന് ഒരാൾ പോലും അന്വേഷിച്ചില്ല. സീതയാണ് മഹാലക്ഷ്മി എന്ന് എൻ്റെ അച്ഛൻ പ്രകീർത്തിച്ചു. പൊതുവെ പറയാറില്ലേ ഭാർഗു, ഈ മുംബൈക്കൊരു ടൈമെന്നും CSKയ്ക്ക് ഒരു ടൈമെന്നൊക്കെ. അതുപോലെ തന്നെ അമ്മായിമ്മയ്ക്കൊരു ടൈമിങ്, മരുമകൾക്കൊരു ടൈമിങ്. ഇതും ടിപ്പിക്കൽ ഇംഗ്ലീഷ് സിനിമയിലെ വില്ലന്മാരുടെ അതേ ചിരിയാണല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞ? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നോ? നിനക്കെന്താ അങ്ങനെ തോന്നുന്നുണ്ട് വിശ്വ? ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ? നീ പറഞ്ഞതൊന്നും നടന്നില്ലെന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം കൂടി എന്റെ തല കെട്ടിവെക്കാൻ നോക്കല്ലേ. നീ പറഞ്ഞതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഞാൻ നോക്കിയിട്ടുണ്ട്. എക്സാക്ട്ലി. ഇത്രയും കാലം ഞാൻ പറഞ്ഞത് മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഇനീഷ്യേറ്റീവ് എടുത്ത് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഡോണ്ട് വറി, അത് നിനക്ക് ജന്മത്തിൽ പറ്റും. ആയിക്കോട്ടെ,
നീ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും കട്ട പുക പോലെ ആയില്ലേ? നിനക്ക് ഇങ്ങനെ സർക്കാസ്റ്റിക് ആയി സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആ ശരി, ഇനി ഇവിടെ നീ എന്തൊക്കെയാ ചെയ്തത് നീ ഒന്ന് പറഞ്ഞേ. റിയലി യു വാണ്ട് ടു നോ? ഇത് സീതയുടെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിലെ ഫയലാ. പെൺകുഞ്ഞ്, കുഞ്ഞിന്റെ തൂക്കം, കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ്, അമ്മയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പക്ഷേ തന്തയുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. സീത നേരെ അവിടുന്ന് പോയത് സഞ്ജീവനി ആശ്രമത്തിലേക്കാ. സഞ്ജീവനി ആശ്രമത്തിൽ കഴിയാൻ വേണ്ട സൗകര്യം ഒരുക്കിയത് ഡോക്ടർ അനന്തലക്ഷ്മി. ഡോക്ടർ അനന്തലക്ഷ്മിയാ റെക്കമെൻഡ് ചെയ്ത് ആശ്രമത്തിൽ ചേർത്തത്. അവര് റെക്കമെൻഡ് ചെയ്ത കോപ്പിയും അതിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരു പോയിന്റ് എന്താണോ മാഡം, സ്വന്തമായിട്ടൊരു വീടുള്ള സീത ചേട്ടനും ചേച്ചിയും വിട്ടിട്ട് ആ ആശ്രമത്തിലേക്ക് എന്തിനു പോയി? അതെനിക്ക് മനസ്സിലായില്ല. സീത ഇടയ്ക്കിടയ്ക്ക് ആ ആശ്രമത്തിൽ നിന്ന് ആർക്കോ ലെറ്റർ എഴുതാറുണ്ടായിരുന്നുവെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഫോണും ഇന്റർനെറ്റും ഒക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ലെറ്റർ എഴുതുമോ? കള്ളം പറയുന്നു എന്ന് പറഞ്ഞപ്പോ അവരയച്ച ലെറ്റർ അഡ്രസ്സ് മാറിയിട്ട് വീണ്ടും ആശ്രമത്തിലെത്തിയെന്ന് അവരറിയാതെ പറഞ്ഞു. ആ ലെറ്റർ തരാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അവർ പക്ഷെ തന്നില്ല. അതൊരു ആശ്രമമല്ലേ, എനിക്കവിടെ വലിയ വില്ലത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങി വന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രുദ്രപ്രതാപ്? സീതയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിൽ ഓരോ കാര്യവും എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്നാലേ ഞാൻ വിചാരിക്കുന്നത് നടക്കും. ഇത് നോക്ക്, അതിനു വേണ്ടി നീ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരെഴുതി ഓരോ ലെറ്ററും എൻ്റെ കയ്യിൽ കിട്ടണം. ഓക്കെ? ഓക്കെ.